യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണല്ലോ. പ്രത്യേകിച്ച് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നതായ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം എന്തുകൊണ്ട് നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവം നമ്മെ മുന്നമേ കണ്ടു, അതുപോലെ തന്നെ സുവിശേഷ ഘോഷണത്താൽ സുവിശേഷം അറിയിച്ചതിനാൽ അതിലൂടെ ദൈവം നമുക്ക് നൽകിയ ആ ക്ഷണത്താൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയും വിശ്വാസത്തോടെ വന്നവരായ നമ്മെ ദൈവം നീതീകരിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നീതി നമ്മളിൽ ദൈവം കണക്കിട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ആ വസ്തുത നമുക്ക് തിരിച്ചറിയുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളുടെ ആത്മാവിലാണ് ഗ്രഹിക്കുന്നത്. ഒരാൾ പറയുന്നത് കൊണ്ടല്ല ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ പലപ്പോഴും ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന വ്യക്തി പഴയ നിയമത്തിലെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന നെഹമ്യാവ് എന്നു പേരുള്ള രാജകൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട്. ഇത് ആത്മാവിൽ ഈ ദൈവദാസൻ തിരിച്ചറിഞ്ഞു. ദൈവം തന്നെ നീതീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദൈവം തന്നോടുകൂടെ നിൽക്കുന്നതിനെ കുറിച്ച് തനിക്ക് തിരിച്ചറിയുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഇതുപോലെ തന്നെയാണ് നമുക്കും ദൈവം നമുക്ക് അനുകൂലമാണ് എന്നുള്ള ആ ആത്മാവിൽ മനസ്സിലാക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കുലുങ്ങുകയില്ല. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ മുമ്പിൽ കാണുന്നതായ കാഴ്ച, ഭൂമി ഇളകുന്നതായ കാഴ്ച, സമുദ്രം കവിഞ്ഞു വരുന്നതായ കാഴ്ച, വലിയ പർവ്വതങ്ങൾ സമുദ്രത്തിലേക്ക് വന്ന് വീഴുന്നതായ കാഴ്ച, ഇതൊക്കെ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തേണ്ടതാണ്. പക്ഷേ താൻ പറയുന്നു, എനിക്ക് ഭയമില്ല, കാരണം ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായി, ആ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നാളും ഭയപ്പെട്ട് പോവുകയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആത്മീയത പ്രകടിപ്പിക്കുന്നതുകൊണ്ടല്ല ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായി തീരുന്നത്. ആത്മീയത നിങ്ങൾ പ്രകടിപ്പിച്ചില്ലേലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ദൈവത്തിന്റെ അനുകൂലത അനുഭവിക്കാൻ കഴിയുന്നവരാണ് പ്രാർത്ഥനയുടെ ജീവിതമുള്ളവർ. അങ്ങനെയുള്ളവരാണ് ദൈവവചന ധ്യാനമുള്ളവരായ ആളുകൾ. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെ അനുകൂലത അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇങ്ങനെ ദൈവം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നോക്കണേ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ താൻ പ്രസ്താവിക്കുക. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് ദൈവഭക്തരായ ആളുകൾ അനുഭവിച്ചിരുന്ന ചില കഷ്ടതകളാണ്. പലപ്പോഴും ഈ കഷ്ടത ജീവിതത്തിൽ കാണുമ്പോൾ ആളുകൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് കടക്കാറുണ്ട്. ചിലർ അവരുടെ വിശ്വാസത്തെ ത്യജിച്ച് കളയുന്നതായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നോക്കണേ, നമ്മൾ ആരെങ്കിലും ഇപ്രകാരമുള്ള കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുമോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്? പക്ഷെ ഇതിന്റെ നടുവിലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതത്തിന്റെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.
ഇന്ന് ആളുകൾ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. പല ആളുകളും, ഒരുപക്ഷെ മെജോറിറ്റി ആളുകൾ, അവർ കഷ്ടത മാറുവാൻ, സങ്കടം മാറുവാൻ, ഉപദ്രവം മാറുവാൻ, പട്ടിണി മാറുവാൻ, നഗ്നത മാറുവാൻ, ആപത്ത് മാറുവാൻ, നമുക്കെതിരെ ഓങ്ങുന്നതായ വാളിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ. പക്ഷെ ഇവിടെ പറയുന്നു, ഇതിന് നടുവിൽ പോലും ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമായി തീരുന്നത്? അതാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലെ വാക്യം ഉദ്ധരിച്ചത്. ജീവിതത്തിന്റെ മുമ്പിൽ നമ്മൾ കാണുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ പോലും ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. എലിയ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തന്നെ ഹോരേബ് പർവ്വതത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ചെന്നപ്പോൾ വാസ്തവത്തിൽ ഏലിയാവിന് ഒരു ആഗ്രഹമുണ്ടായി. ദൈവത്തെ ഒന്ന് കാണണം, ദൈവശബ്ദം ഒന്ന് കേൾക്കണം. അപ്പോൾ ചില സംഭവങ്ങൾ തന്റെ ചുറ്റും ഉണ്ടാവുകയാണ്. വലിയ ഭൂമികുലുക്കമുണ്ടായി, വലിയ അഗ്നിജ്വാല വെളിപ്പെട്ടു, വലിയ കൊടുങ്കാറ്റ് അവിടെ സംഭവിച്ചു. ഇതിലെല്ലാം തന്നെ ഏലിയാവ് ദൈവത്തെ അന്വേഷിച്ചു. പക്ഷെ അതിലൊന്നും ദൈവത്തെ കാണുവാൻ സാധിച്ചില്ല. പക്ഷെ അപ്പോഴും ഏലിയാവ് മുറുകെ പിടിച്ചൊരു കാര്യമുണ്ട്: എന്റെ ദൈവം ജീവിക്കുന്നു, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. ഏലിയാവ് വീണ്ടും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുക. നോക്കണേ, ഈ അഗ്നിയുടെ നടുവിൽ, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ, ഈ ഭൂമി കുലുക്കത്തിന്റെ നടുവിൽ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്നതായ ഏലിയാവ്, നോക്കണേ, അദ്ദേഹത്തിന് വേണ്ടി വളരെ മന്ദമായ ഒരു ശബ്ദം, വളരെ സാവധാനതയുള്ള, വളരെ മൃദുവായ ഒരു ശബ്ദം ഏലിയാവ് കേൾക്കുക. അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആരും. ഇത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകനായ യിരെമ്യാവ് തന്റെ പുസ്തകത്തിന്റെ 31 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു: യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എന്താണ് ദൈവം പറഞ്ഞത്? ഇവിടുത്തെ ആദ്യത്തെ ആ വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി. യഹോവ ദൂരത്തു നിന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? യഹോവ സമീപസ്ഥനല്ലേ? പക്ഷെ എന്തുകൊണ്ട് യഹോവ ദൂരത്തു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രവാചകന്റെ അകൃത്യമാണ്, പ്രവാചകന്റെ പാപമാണ്. ദൈവം തന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. പക്ഷെ അകന്നിരിക്കുമ്പോഴും ദൈവം തന്നോട് പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്, അത് നിത്യസ്നേഹമാണ്. എന്താണ് നിത്യസ്നേഹം എന്ന് പറയുന്നത്? ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ ആരെങ്കിലും നമ്മെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവർക്കൊരു ഉപകാരം ചെയ്യണം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അതല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒന്നുമല്ലാതിരിക്കുമ്പോഴേ, ഈ ലോകത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിത്യതയിൽ അവൻ നമ്മെ കണ്ട് നമ്മെ സ്നേഹിച്ചു. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ ആ മുന്നറിവിൽ, അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിനേഷനിലോ അല്ലെങ്കിൽ ഫോർനോളജിലോ ദൈവം നമ്മെ അറിയുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന പാപങ്ങളെക്കുറിച്ച്, നമ്മുടെ അകൃത്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിന് അറിവുണ്ടായിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ദൈവം അവരെ സ്നേഹിച്ചു? അതാണ് നിത്യസ്നേഹം എന്ന് പറയുന്നത്. നാളെ നമ്മളെ ചതിക്കും എന്ന് ഉറപ്പുള്ള ഒരാളെ നമ്മൾ സ്നേഹിക്കുമോ? ഇല്ല, നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിത്യസ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ആ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവർ ആരാണോ അവരെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ദൈവം അനുവദിച്ചാൽ ഈ ഒരു ഭാഗം ചേർത്ത് അടുത്ത ദിവസം നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നിന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുള്ളതായ ആ വിഷമത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ലോകത്തിലെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തതുപോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത്. ദൈവം നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സമയം നീ വിഷമത്തോടെയോ അല്ല ക്ലേശങ്ങളിലൂടെയോ അല്ല നിരാശയിലോ നിന്റെ ജീവിതം തള്ളി നീക്കാനും
അത് അവസാനിപ്പിക്കാനും ശ്രമിക്കാതെ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം നിത്യസ്നേഹമാണ്. ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് എന്ന് പറയുന്ന പോലെ ദൈവം വളരെ ദൂരത്താണെങ്കിൽ പോലും ദൈവം പറയുന്നു, ഐ ആം സ്റ്റിൽ ലവിങ് യു. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതേ, ആ മുടിയൻ പുത്രന്റെ പിതാവ് തൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ മകൻ സ്വത്തെല്ലാം കൈക്കലാക്കി ദൂരേക്ക് പോയെങ്കിലും ആ അപ്പൻ വളരെ ക്ഷമയോടുകൂടെ ആ മകന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ദൈവം നമ്മെയും സ്നേഹിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ആഴമേറിയ സത്യം ഗ്രഹിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിനാ നന്ദി പറയുന്നു. കർത്താവേ, ലോകത്തിൽ ആരും ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും ഞങ്ങളെ സ്നേഹിക്കുവാൻ, നിത്യമായി ഞങ്ങളെ സ്നേഹിപ്പാൻ കഴിവുള്ളവനായൊരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നറിയുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഈ ഒരു ചിന്തയുമായി തന്നെ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ, ആഴത്തിൽ ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.